കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവിഹിതം അല്ലെങ്കിൽ അഡൾട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഭർത്താവിന് അനുകൂലമായിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടെന്നും ആ കാമുകനും ഭാര്യയും തമ്മിൽ ഒരു അഡൾട്ടറി ലൈഫ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ ഈ ഭർത്താവ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് തെളിവാണ് ഹാജരാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഭാര്യ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നും ഈ ഭാര്യയുടെ കാമുകന് തുടർച്ചയായി ഈ സ്ത്രീയുടെ തന്നെ അർദ്ധനഗ്നമായതും പൂർണ്ണനഗ്നവുമായിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുള്ള ആ ഭാര്യയുടെ തന്നെ ഒറിജിനൽ മൊബൈൽ ഫോൺ ഇദ്ദേഹം കോടതിയിൽ തെളിവായി ഹാജരാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അഡൾട്ടറി ആയിട്ട് കണക്കാക്കാമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് കൊടുക്കുവാനും കോടതി തയ്യാറാവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇങ്ങനെയൊരു മൊബൈൽ ഫോൺ ഹാജരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 65B പ്രകാരമുള്ള ഒരു ഒതൻറ്റിക് സർട്ടിഫിക്കേഷൻ്റെ ആവശ്യം പോലും ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡൾട്ടറി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫോട്ടോസോ വീഡിയോസോ അയച്ചു എന്നുള്ളതിൻ്റെ ഒറിജിനൽ മൊബൈൽ ഫോൺ ഹാജരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ പെട്ടു നിൽക്കുന്ന എല്ലാവർക്കും ഡിവോഴ്സ് വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഇവിടെ ആർട്ടിക്കിൾ 21 ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമുള്ള ഒരു പേഴ്സണൽ പ്രൈവസി എന്ന് പറയുന്നതും ഇവിടെ എന്തായിട്ട് മാറുന്നില്ല,